welcome to my YouTube channel Why. So today's our new topic is why do some plants have no flowers? സസ്യങ്ങൾക്കെല്ലാം പൂക്കളുണ്ടായിരിക്കണമെന്നാണ് നമ്മുടെ ധാരണ. നമുക്ക് സുപരിചിതമായ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം പൂക്കൾ ഉള്ളതാണ് അതിനൊക്കെ കാരണം. പക്ഷേ മരുഭൂമിയുടെ മൊത്തം ചരിത്രമെടുത്താൽ അടുത്ത കാലത്ത് മാത്രമാണ് പൂക്കളുള്ള സസ്യങ്ങൾ പരിണമിച്ചിട്ടുണ്ടായതെന്ന് നമുക്ക് കാണാം. ഈ കൽക്കരിയിട്ട് നമുക്ക് കിട്ടുന്ന കാർബോണിഫറസ് മഹായുഗത്തിലെ ആ കാടുകളിൽ എന്നുവെച്ചാൽ ഈ കാർബോണിഫറസ് മഹായുഗം എന്നൊരു കാലഘട്ടത്തിൽ ഈ പൂക്കളുള്ള ഒരു വൃക്ഷവും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഈ പന്നൽ ചെടികൾ കൂടാതെ മഴക്കാലത്ത് മതിലിന്മേലും മറ്റും ധാരാളമായി കാണുന്ന ശൈവലങ്ങൾ അഥവാ മോസ്, ഇവയെല്ലാം പൂക്കളില്ലാത്ത ചിലയിനം ചെടികളാണ്. വിത്തുകൾക്ക് പകരം അവ സ്പോറുകളാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. സൂചീലക്കാടുകളിലെ വൃക്ഷങ്ങളും പൂക്കളില്ലാത്തവയാണ്. കോണുകളാണ് ഇവയുടെ പ്രജനന അവയവങ്ങൾ. എന്ന് വെച്ചാൽ അധികവും ഈ ചെടികൾക്ക് കോൺ ഷേപ്പിലുള്ള രീതിയിലായിരിക്കും ഈ ചെടികളൊക്കെ കാണപ്പെടാറ്. ഇലകളൊക്കെ ഈ കോൺ രൂപത്തിലായിരിക്കും ഉണ്ടാകാറ്. സാധാരണ ചെടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഈ പൂക്കളില്ലാത്ത ചെടികൾ കാണപ്പെടുക. സോ ഗൈസ്, ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.